ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ എഴുന്നേറ്റ് അപ്പം ഞാൻ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ആമിക്ക് സ്കൂളും കൂടി ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാൻ മഷ്റൂം ബിരിയാണിയൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് തവണ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇന്നെന്തായാലും അത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ ഒരു 7:30 ആകുമ്പോൾ തന്നെ അവളെ ഞാൻ വിളിച്ചുണർത്തും. അപ്പോൾ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് നേരെ വന്നിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുവാണ്, അവൾ ഇങ്ങനെ ഡെയിലി വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഈ ചെടിയിൽ ഇത്രയും പൂവിട്ടത്. അപ്പോൾ പൂവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലേ നിറയെ പൂക്കൾ വരുള്ളൂ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എവിടെ ഇങ്ങനെ ബോട്ടിൽ കണ്ടാലും എടുത്ത് വെച്ചേക്കും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വെള്ളമൊക്കെ മേടിക്കുന്ന ബോട്ടിലില്ലേ, അതെല്ലാം വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഇതിലിങ്ങനെ ഹോൾസ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഇതുപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവൾ. അപ്പം ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല, 2 ബോട്ടിൽ മതി എന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ പിന്നെ അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ബോട്ടിലുകളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് സമ്മതിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പുതിയ ബോട്ടിലുകളിലൊക്കെയാണ് വെള്ളം പിടിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെയാണ് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ആമി സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങളിതേ നടക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർക്കിൽ നടക്കാനായിട്ട് രാവിലെ വരാറുണ്ട് കേട്ടോ. 1 മണിക്കൂറൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ രാവിലത്തെ ഈ ഒരു ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണല്ലോ. വീട്ടിൽ നിന്ന് ഒരു 8:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഒരു 10:30 വരെയൊക്കെ നമ്മൾ നടക്കും. 10-10:30 വരെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ 1-2 സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതായതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നും പിന്നെ എക്സസൈസൊക്കെ ചെയ്യും. അവിടുത്തെ എക്യുപ്മെൻറ്റ്സിൽ തന്നെ എക്സസൈസൊക്കെ ചെയ്യുന്നത്. പാർക്കിൽ ജിമ്മൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും കയറില്ല. എനിക്ക് നടക്കുന്നതാണ് കൂടുതൽ കംഫർട്ട്. അപ്പോൾ അതുകൊണ്ട് നടന്നിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. വീട്ടിൽ വന്നിട്ട് ഓട്സ് ആണ് കുടിച്ചേട്ടാ. ഏത് ഓട്സ് ആണ് നമ്മൾ മേടിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് അന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആമസോണിൽ നിന്നാണ് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് തുണികളൊക്കെ കഴുകാനായിട്ട് കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡിലാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികളൊന്നും കഴുകാൻ പറ്റിയില്ല. മെഷീനിൽ ഇടാനുള്ള തുണികൾ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടു. പിന്നെ വാഷിംഗ് മെഷീനിൽ കഴുകാതെ കയ്യിൽ കഴുകുന്ന തുണികൾ സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ കൈയോടെ തന്നെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ സോപ്പ് ലിക്വിഡിനകത്ത് ഇട്ട് വെച്ചേക്കും അമ്മയുടെ യൂണിഫോമും അല്ലാത്ത തുണികളും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. മാസത്തിൽ 1 തവണ ഞാനിങ്ങനെ ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. നമ്മുടെ വീടിൻ്റെ എല്ലാ പോർഷനും കുറേശ്ശെ ഓരോരോ പോർഷനായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ എന്തെങ്കിലും ഓണം സമയത്തൊന്നും ഞാനിങ്ങനെ ലാസ്റ്റ് മിനിറ്റൊന്നും കിടന്ന് അങ്ങനെ ധൃതി പിടിച്ചൊന്നും ക്ലീൻ ചെയ്യില്ല കേട്ടോ. മുന്നെയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും ഒട്ടും സമയവും കിട്ടില്ല. മാത്രമല്ല എനിക്ക് തീരെ താല്പര്യമില്ല. അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ക്ലീനിങ് ഒന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ പഴയതുപോലെ ലാസ്റ്റ് മിനിറ്റുള്ള ക്ലീനിങ് ഒന്നും തീരെ പറ്റത്തില്ല കേട്ടോ. കാരണം ആ ഒരു ടൈം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ ഓരോ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റുട്ടീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്ലീനിങ് റുട്ടീന് എനിക്ക് ഒരുപാട് റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണത്. പിന്നെ എന്തായാലും ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ ഈ മാസത്തെ ക്ലീനിങ് തുടങ്ങാമെന്ന് കരുതി നമ്മൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ അങ്ങനെ പറയത്തക്ക രീതിയിൽ ഭയങ്കര ഡസ്റ്റും കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. അപ്പം ഞാൻ മാസത്തിൽ 1 തവണ കറക്റ്റായിട്ട് ഡീപ്പ് ക്ലീനിങ് ഇതുവരെയും ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ ഈ ഫാനിലാണ് അത്യാവശ്യം നല്ല അഴുക്കും പൊടിയും ഉള്ളത്. അപ്പം ഞാൻ അത് ഡസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന ആ ഒരു ഡസ്റ്റർ കണ്ടില്ലേ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് അത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ലാഡർ ഒന്നും വേണ്ട. ലാഡർ ഇല്ലാതെ തന്നെ താഴെ നിന്നുകൊണ്ട് നമുക്ക് ഓരോ ലീഫിലും ആ ഒരു ഡസ്റ്റർ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ അതിലെ ഡസ്റ്റ് എല്ലാം പുറത്ത് വരും കേട്ടോ.
പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ചെറിയ ഡസ്റ്റർ വേണ്ട, ഇതും അഡ്ജസ്റ്റബിൾ ആണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ക്ലീനിങ് പ്രോഡക്ട്സുകളാണ് ഇത് രണ്ടും. ഇതും നല്ലപോലെ ഡസ്റ്റ് പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ബ്രഷൊക്കെ നമുക്ക് കഴുകി യൂസ് ചെയ്യാം. ഇത് ക്ലോത്ത് പോലത്തെ പഞ്ഞി പോലത്തെ തുണിയാണ്. അപ്പം കഴുകിയിട്ട് നല്ലോണം ഉണക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടും ഗ്രേ കളറിലുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഞാൻ എന്തെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. പിന്നെ കൃത്യമായിട്ട് നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ വലിയ പൊടി അഴുക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓർത്തത് എന്തായാലും ഭയങ്കര പൊടിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്ര ഡസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ചെവരൊക്കെയാണ് അത്യാവശ്യം നല്ലോണം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. ആദ്യമേ തന്നെ ഞാൻ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ബെഡ്റൂമിലാണെങ്കിലും വീടിനുള്ളിൽ ഏത് ഭാഗത്താണെങ്കിലും എല്ലാ സാധനങ്ങളും ആദ്യമേ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങേണ്ടത്. പിന്നെ കേർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് അതൊന്നും കഴുകുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒരു ടൈം വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. ഇന്ന് ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞങ്ങളും നടക്കാനൊക്കെ പോയി വന്നതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 11 മണിക്ക് ശേഷമാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിച്ചത്. ഒരു 12:30 ആയപ്പോൾ തന്നെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരിക്കലും കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പെൻഡിങ് ആക്കില്ല. കാരണം ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുക്കിംഗ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ലഞ്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ പോയിട്ട് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. കാരണം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ടയേർഡാവും. എന്തായാലും നമുക്ക് പുറത്ത് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ വീക്കെൻഡ്സിലാണല്ലോ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്കാണെങ്കിൽ എന്തായാലും വീക്ക് ഡേയ്സിൽ തന്നെ ഇതിനുള്ള സമയം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ കുറേശ്ശെ ചെയ്യുക കേട്ടോ. എല്ലാം കൂടി വലിച്ചു ചെയ്യരുത്. ഇന്നൊരു ദിവസം ഈ ഒരു ബെഡ്റൂം ആണെങ്കിൽ നെക്സ്റ്റ് ഡേ വേറൊരു ബെഡ്റൂം, പിന്നീട് കിച്ചൺ, പിന്നീട് ഹാള്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ ഒരു റൊട്ടേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഡസ്റ്റ് ആവുകയും പിന്നീട് നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫോളോ ചെയ്യുകയും ചെയ്യട്ടെ. ഞാനിത് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഡെയിലി നമ്മൾ അടിച്ചു വാരുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതിനോടൊപ്പം തന്നെ മാസത്തിലൊരു ഡീപ്പ് ക്ലീനിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീട് നല്ല നീറ്റായിട്ടിരിക്കും. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വന്നാലും നമുക്ക് വലിയ ടെൻഷനൊന്നും ആവില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ. പക്ഷെ നമുക്കതിനൊരു ഇൻട്രസ്റ്റും വേണം. തുടക്കത്തിലൊക്കെ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നീട് അത് പതിയെ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു തെറാപ്പി ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് നല്ല മ്യൂസിക് ഒക്കെ വെച്ച് കേൾക്കാം. ഹെഡ്സെറ്റിൽ എന്തെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റുകൾ കേൾക്കാം. ഇല്ലെങ്കിൽ TV ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് ചെയ്യാം. എനിക്ക് കൂടുതലും ഇങ്ങനെ മറ്റു പോഡ്കാസ്റ്റുകളോ പാട്ടോ ഒന്നും കേൾക്കാതെയൊക്കെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം ഈ സമയത്ത് ഞാൻ കുറേ അധികം ചിന്തകളിലൂടെ പോകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോയ്ക്കുള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ ആലോചിച്ച് വെക്കാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നോട് തന്നെ സ്വയം സംസാരിക്കുന്ന ഒരു ടൈം കൂടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളില്ലാത്ത സമയത്താണ് എനിക്കിത് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റുള്ളൂ. അവൾ വീട്ടിലുണ്ടെങ്കിൽ അവളും കൂടി എന്നോടൊപ്പം കൂടും. പിന്നെ അവൾക്കും നല്ല ഡസ്റ്റിൻ്റെ അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വെച്ചിട്ട് ക്ലീനിങ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇല്ലാത്ത സമയം നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ബെഡ്റൂമിൽ ഡോർ ലോക്ക് ചെയ്തിട്ടിട്ടാണ് ഈ ക്ലീനിങ് ചെയ്യുന്നത്. കാരണം പുറത്തേക്ക് ആ ഡസ്റ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ജനലുകൾ രണ്ടും തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇരിപ്പുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ ബെഡ്റൂമിലാണ് വെച്ചേക്കുന്നത്. അതിനകത്ത് നല്ല പൊടിയാണ് കേട്ടോ. ഞാൻ അധികം അങ്ങനെ ബെഡ്റൂമിൽ കൂടുതൽ ഡെക്കറേഷൻ ചെയ്ത് വെക്കാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ ഈ ഡസ്റ്റ് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് ഫോട്ടോസ്, ആമിയുടെ പഴയ ഫോട്ടോസ് ഇരിപ്പുള്ളത്, അതൊക്കെ ഞാനെടുത്ത് തിരികെ വെക്കാമെന്ന് കരുതി അതിനിപ്പോൾ അവിടെ തൂക്കിയിടണ്ട. കാരണം അതിലും ഭയങ്കര ഡസ്റ്റാണ്. മാക്സിമം നമ്മൾ മിനിമലിസം ഫോളോ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഒരുപാട് ഡെക്കോർ പീസുകളും കാര്യങ്ങളൊന്നും വെക്കാതെ. പക്ഷേ എൻ്റെ അടുത്ത് ബെഡ്റൂമിൽ 1-2 ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നേരത്തേക്കാളുമൊക്കെ. അപ്പോൾ നമ്മൾ എത്രത്തോളം മിനിമലിസം ഫോളോ ചെയ്യുമോ അത്രത്തോളം നമ്മുടെ ബെഡ്റൂമായാലും വീടായാലും കാണാൻ നല്ല നീറ്റ്നെസ് ഉണ്ടായിരിക്കും.
പിന്നെ നമ്മുടെ വീടിൻ്റെ ചുവര് മൊത്തം അഴുക്കാണ് കേട്ടോ. ആമി ഇങ്ങനെ വരച്ചും കുറിച്ചൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി പെയിൻ്റ് അടിക്കാനായിട്ട് നമുക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. രണ്ടാമത്തെ തവണ നമ്മൾ വീട് വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു 6-7 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമ്മൾ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവരിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്ക് പറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലുള്ള ചുവരിൽ വാൾപേപ്പർ ഒട്ടിച്ചേക്കിട്ടുണ്ട്. അത് ഒട്ടിച്ചിട്ട് തന്നെ 2 വർഷത്തിൽ കൂടുതലാവുന്നു, 1.5 വർഷത്തിൽ കൂടുതലാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എന്നോട് ഇടയ്ക്ക് ആരോ പറഞ്ഞൊരു പരാതിയാണ് ഇതുപോലെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഈ വാൾപേപ്പർ ഒട്ടിക്കുക, ഡ്രില്ല് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ശരിയാണ്. അപ്പോൾ നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന സമയത്ത് റെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ വെച്ച് ഓർഗനൈസ് ചെയ്യുന്നതാണ് നല്ലത്, കൂടുതലും ചുവരൊന്നും വൃത്തികേടാക്കാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അതൊരു വലിയ വിഷമമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമമായി. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ സാധിക്കട്ടെ, എല്ലാവരും പെട്ടെന്ന് തന്നെ വാടക വീടുകളിൽ നിന്ന് മാറിയിട്ട് പുതിയ വീട് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് മാറട്ടെ എന്ന് ഞാൻ ഈ ഒരു സമയം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതൊരു വിഷമം തന്നെയാണല്ലേ. നമുക്കിപ്പോൾ സ്വന്തം വീടായ കാരണം കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യാം. പക്ഷെ എന്നാലും ചില സമയത്ത് എനിക്ക് തോന്നും റൂമിൽ നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. കാരണം എത്രത്തോളം സാധനം കുറച്ച് വെക്കുമോ അത്രത്തോളം നമുക്ക് മെയിൻ്റനൻസും കുറയും എന്നുള്ളതാണ് സത്യം കേട്ടോ. എന്നാലും നമ്മൾ എപ്പോഴും ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബെഡ്റൂമിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ എന്തായാലും ഒട്ടിച്ചേക്കുന്ന വാൾപേപ്പറും വാൾ സ്റ്റിക്കറുകളൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചുവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേക്കും ഇത്രയും ഡസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെപ്പോഴും ഉണ്ടാകുന്ന അളവിനേക്കാളും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്തവണ വലിയ ഡസ്റ്റ് ഇല്ലായിരുന്നു എന്നാണെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഒരു അലമാരയുടെ അടിഭാഗത്തൊക്കെയാണ് ഒരുപാട് ഉണ്ടായിരുന്നത് മാറാല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടെ തന്നെ ഞാൻ ഇന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എനിക്ക് പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 7 days ഒക്കെ ആയ സമയമാണ്. അപ്പം ഞാൻ എപ്പോഴും പീരീഡ്സ് കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമും പൂജാ റൂമാണ് എപ്പോഴും ക്ലീൻ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1-2 ദിവസം ഗ്യാപ്പ് വിട്ട് ബാക്കിയുള്ള റൂമുകളും കൂടി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഉച്ച വരെ ഈ ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് പൂജാ റൂം ക്ലീൻ ചെയ്യുന്നത്. ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം കേട്ടോ. എല്ലാം കൂടി കാണിച്ചാൽ ലെങ്ത് കൂടി പോകുമല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2-3 തവണ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ തൂത്ത് വാരിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നീട്. എന്നാലും ഒന്നും കൂടി എല്ലായിടവും ഒന്ന് ഡസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ഡസ്റ്റ് ഇല്ലാതെ മാക്സിമം വൃത്തിയായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നതാണ് ഇഷ്ടം. OCD ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം വീടിനുള്ളിൽ. പിന്നെ പുതിയ ടവലൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ടേബിളിൽ. പിന്നെ ഹസ്ബൻഡിൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൽ ഞാൻ കൂടുതൽ പണികളൊന്നും ചെയ്യില്ല, കാരണം അത് അവരുടെ കംഫർട്ടിന് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കൂടുതൽ കൈ കടത്താറില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട്, ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, കുറച്ച് നേരം നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തന്ന് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതാണ്. 10-15 മിനിറ്റൊക്കെ ഇരിക്കുകയുള്ളൂ. ഒരുപാട് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയാവും. പിന്നെ എനിക്ക് അങ്ങോട്ട് ബാക്കി ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ദേ വന്നിട്ട് മോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് പച്ചക്കർപ്പൂരം, ഒരു നുള്ള് ജവ്വാദ് പൗഡർ ഇത്ര ഇട്ടിട്ടാണ് മോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബെഡ്റൂം ഇത്രയും ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് മോപ്പിങ്ങും കൂടെ ചെയ്യാതെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ മോപ്പിങ്ങും ചെയ്തു. പിന്നെ നമ്മുടെ മാരേജ് ഫോട്ടോ ഞാൻ എപ്പോഴും TV സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത് ബെഡ്റൂമിൽ. അത് ഞാൻ നല്ലതായിട്ടൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും തുടച്ചിട്ട് തന്നെയാണ് തിരികെ വെച്ചത്. പിന്നെ തുടയ്ക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. കോളിൻ സ്പ്രേ ചെയ്തിട്ടാണ് തുടച്ചെടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇത് ഏകദേശം തീരാറായി ഇരിക്കുകയാണ് കേട്ടോ. കുറേ വർഷമായി ഇത് മേടിച്ചിട്ട്. നമ്മുടെ വീട് പാല് കാച്ചിയ സമയത്തൊക്കെയാണ് ഇത് മേടിച്ചത്. അപ്പോൾ അതിന് അത്രയും വർഷത്തെ പഴക്കവും ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് കളയാനായിട്ട് മനസ്സും വരുന്നില്ല.
പിന്നെ ആ ഫ്ലവർ വെച്ചേക്കുന്നതിൻ്റെ ഫ്ലവർ വൈസ് മേടിച്ചേക്കുന്നത് ശരവണ സ്റ്റോറിൽ നിന്നാണ്. ഫ്ലവർ മേടിച്ചേക്കുന്നതും ശരവണ സ്റ്റോറിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതിലിരിക്കുന്ന കുറച്ച് റോസാപ്പൂക്കളൊക്കെ എൻ്റെ ഫ്രണ്ട് അഞ്ചു എനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് അയച്ചെന്ന പൂക്കളാണ് കേട്ടോ. പിന്നെ ദേ വന്നിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കുന്നുണ്ട്. ഈ ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഞാനാണെങ്കിൽ മീഷോയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് കൂടുതലും വീട്ടിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള മീഷോ പ്രോഡക്റ്റ്സ് എല്ലാം അഫിലിയേറ്റ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മീഷോയിലെ പ്രോഡക്റ്റ്സിനൊക്കെ ഫ്ലിപ്കാർട്ടിനേക്കാളും റേറ്റ് കുറവാണ്, സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും മീഷോ പർച്ചേസാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യണേ, മറക്കരുത്. പിന്നെ ഫ്ലിപ്കാർട്ടിലുള്ള പ്രോഡക്റ്റ്സ് ഞാൻ കൊടുത്തേക്കാം, പക്ഷേ റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ മേടിച്ചോളൂ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പില്ലോ ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട് നല്ല വൃത്തിയായി നീറ്റായത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂമൊക്കെ ഒന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട്. ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീടിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. കർട്ടൻസ് ഒന്നും ഞാൻ ഒന്നും കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ. ഇന്നിനിപ്പോൾ വയ്യ. ഇപ്പോൾ തൽക്കാലം ബെഡ്റൂമിൽ ഞാൻ കേർട്ടൻസ് ഒന്നും വിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമാണ്, പുറത്ത് നല്ല കാറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനൽ തുറന്നിട്ടാൽ നല്ല വെളിച്ചമാണ്, നല്ല കാറ്റും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേർട്ടൻസ് ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും കുറേ നേരം ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഹാളൊക്കെ നല്ലോണം ഒന്ന് മോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത അതേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്, പച്ചക്കർപ്പൂരവും ജവ്വാദ് പൗഡറും അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മോപ്പ് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ ചെറിയ റൂമും, നമുക്ക് 2 റൂമാണ് ഉള്ളത്, ചെറിയ റൂമും പിന്നെ കിച്ചണും വലിയ റൂമും എല്ലായിടും ഒന്ന് മോപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം ആവശ്യമില്ലാത്ത വേസ്റ്റുകളെല്ലാം കെട്ടി ഗാർബേജ് ബാഗിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ആമിയെ വിളിക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോയി കളയും. അങ്ങനെ നമ്മുടെ ബെഡ്റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിൽ ഞാൻ വേറെ ഓർഗനൈസേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ തുണി വെക്കുന്ന ആ ഒരു അലമാരയൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ കുറേശ്ശെ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിലായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബെഡ്റൂം എല്ലാം ഒരുവിധം നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. ഇപ്പോഴെന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.